റസ്റ്റിൻ്റെ കളറൊക്കെ അങ്ങനെ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ സ്റ്റീലിൻ്റെ നമ്മുടെ സിൽവർ പെയിൻറ്റ് ഒരു കോട്ടിങ് കൂടിയൊക്കെ അടിക്കേണ്ടി വരും തോന്നുന്നു അല്ലേ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി പറഞ്ഞാലത് നമ്മുടെ കുറ്റിപ്പുറത്തിൻ്റെ മാറ്റം, അതൊരു മാറ്റം തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അതായത് നമ്മുടെ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയൊക്കെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങി. ഫുൾ കാഴ്ചകൾ, ഇവിടുത്തെ ഈ ഏരിയത്തെ ഫുൾ കാഴ്ചകൾ, വർക്കിൻ്റെ കാഴ്ചകൾ മൊത്തം കാണിച്ചു തരട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഈ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ഒരു എൻട്രി ഉണ്ട്, എൻട്രി എക്സിറ്റ് അല്ല, ഇതൊരു എൻട്രിയാണ്. കുറ്റിപ്പുറത്തുന്നതിന് മുമ്പ് സർവീസ് റോഡ് ഇവിടെ വീതി കുറവാ, ഒരു 5 മീറ്റർ. വലിയ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല കേട്ടോ. ഏതായാലും ഇതുപോലുള്ള വലിയ പാറകളൊക്കെ പൊട്ടിച്ചെടുത്ത് ആ ഭാഗത്തും ആ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തും ഫുള്ള് പാറകളൊക്കെ പൊട്ടിച്ച് ഫുള്ള് വർക്ക് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. നമ്മുടെ കുറ്റിപ്പുറം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കുറേ കാലം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഈ ഏരിയ ഒക്കെ. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക്, എന്ത് വൃത്തിയല്ലേ കാണാൻ റോഡൊക്കെ. നമ്മുടെ സ്റ്റീൽ ബൗസ്റ്ററിങ് നിൽക്കണമൊക്കെ വാഹനങ്ങളൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പം ഈ ഭാഗത്ത് അങ്ങ് ദൂരെ പൊന്നാനി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അടുത്ത ഏരിയ അതുവരെ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസ, അത് ടോൾ കൊടുക്കുന്ന ആളുകൾക്ക് വലിയ സങ്കടം ഉണ്ടാവില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം വെട്ടിച്ചിറ ടോൾ കൊടുത്തു കഴിഞ്ഞാലും ഉഷാറായിട്ട് തന്നെ ഇങ്ങോട്ട് ഇതുവരെ പൊന്നാനി വരെ അങ്ങനെ പോകാം, അടിപൊളിയായിട്ട് പോകാം കേട്ടോ. ആദ്യം നമുക്ക് ഈ സ്റ്റീൽ ബൗസ്റ്ററിങ്ങിൻ്റെ അടിഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീൽ ബൗസ്റ്ററിങ്ങിൻ്റെ മോൾ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചകളും അതിൻ്റെ ആ ഭീകരാവസ്ഥ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം സർവീസ് റോഡ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഹൈവേയിലേക്ക് കയറാം, 6 വരി പാതയിലേക്ക് കയറാം നേരത്തെ കാണിച്ച ഭാഗത്തുനിന്ന്. പിന്നെ നമ്മുടെ ഈ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ ചുവട്ട് ഭാഗത്തേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകാൻ പറ്റുമോ? തിരിച്ച് പോകാനൊരു ചെറിയ റോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇവിടെ പിന്നെ വലിയ വാഹനങ്ങൾ വരുമല്ലോ, അതുകൊണ്ട് തന്നെ സൈഡ് വാളല്ല, ഇവിടെ കരിങ്കല്ല് പതിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത കാഴ്ചയാട്ടോ കാണുന്നത്. ചെറിയ മെറ്റൽ കൊണ്ടുള്ള കോൺക്രീറ്റ് പതിച്ചിട്ടുണ്ട്. ഇവിടെ കരിങ്കല്ല് പതിച്ചിട്ട് ഇവിടെ ഒരു സ്ലോപ്പ് ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ സൈഡ് വാൾ കിട്ടാൻ അവർ മെനക്കെട്ടിട്ടില്ല. ഇനിയിപ്പം സൈഡ് വാൾ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു വർക്ക് തന്നെയാണ്. നമ്മുടെ ഈ പഴയ പാലം ഇനി ഏതായ കാലത്ത് മാറ്റുന്ന അവസ്ഥ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സൈഡ് വാൾ മൊത്തം പൊളിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലികമായിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയ പാലം നമുക്ക് അടിവശത്തൊന്ന് പോയി നോക്കാം എത്രത്തോളം സ്ട്രോങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത് എന്ന്. ഈ കുറ്റിപ്പുറം ഈ പാലം എത്ര വർഷം പഴക്കണ്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ചോട്ടിലേക്ക് പോയി നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ പഴയ ബ്രിഡ്ജിൻ്റെ അടിഭാഗം. അതെന്താ തേനീച്ചക്കൂടോ? തേനീച്ചകളൊക്കെ ഇട്ടേച്ച് പോയോ? ഓക്കെ, ഇതാണ് കുറ്റിപ്പുറം സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ കേട്ടോ. ട്രെയിന് ഇവിടെ നല്ലൊരു ബെൻഡാണ്. ആ ബെൻഡിൻ്റെ ട്രാക്ക് കുറച്ച് ആ ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് ട്രെയിൻ ഈ ഭാഗത്ത് ചെരിഞ്ഞ് നിൽക്കണ മാതിരി തോന്നുന്നുണ്ട്. ഇവിടെ നല്ലൊരു വളഞ്ഞ് പോകുന്നതുകൊണ്ടേ ആ ട്രാക്ക് കുറച്ചൊന്നും അങ്ങോട്ട് പൊങ്ങി കിടക്കല്ലോ, ബെൻഡല്ലേ. അപ്പം നമ്മളെ പഴയ ബ്രിഡ്ജ് കേട്ടോ. പഴയ ബ്രിഡ്ജ് ഗാഡറൊക്കെ സ്ട്രോങ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. അടിഭാഗമൊക്കെ സൂപ്പറാണ്. നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ അത് കാണുമ്പോൾ നമുക്ക് തോന്നാം കേട്ടോ പാലൊക്കെ പണിയായിരുന്നു. പക്ഷേ
ക്രാഷ് ബാരിയർ ആ ഭാഗമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. അടിഭാഗമൊക്കെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇനി കുറേ കാലം ഇത് ഇനിയും നിലനിൽക്കുന്ന ഒരു ബ്രിഡ്ജ് തന്നെയാണ്. പിന്നെ നമ്മുടെ സ്റ്റീൽ ബ്രിഡ്ജ്, ഞങ്ങൾ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ അടിഭാഗം അത് അങ്ങനെ കേട്ടോ. അവിടേക്ക് ഒന്നും പോകാൻ കഴിയില്ല, അവിടെയൊക്കെ വർക്കും ചളിയൊക്കെ ആണ്. പിന്നെ അവരുടെ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ അവർ സമ്മതിക്കുന്നില്ല. സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ അടിഭാഗം സെറ്റ് ഏകദേശം എത്ര 80 സംതിങ് മീറ്ററോ 83 മീറ്റർ 79 മീറ്ററാണെന്ന് തോന്നുന്നു അല്ലേ ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ നീളം. ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് എത്ര 850 ടണ്ണ് വെയിറ്റുള്ള സ്റ്റീൽ ബ്രിഡ്ജ്. അതിൻ്റെ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടതായിരിക്കും, എന്നാലും ഇപ്പം നമ്മളെ വാഹനം പോകുമ്പോഴുള്ള അവസ്ഥ അത് നോക്കാം. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്ക് പോയി നോക്കാം. എന്താണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ച കേട്ടോ. നമ്മൾ കുറ്റിപ്പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഏരിയ ആകെ ഒരു വലിയൊരു വാഹനത്തിന് വേണ്ടി മാത്രം ഇറങ്ങാനുള്ള ഒരു ഏരിയ. ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഇറങ്ങി. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ കുറ്റിപ്പുറത്തേക്ക് നമ്മുടെ പഴയ പാലത്തിന് തന്നെ ഇങ്ങനെ വാഹനങ്ങൾ അതിലെ തന്നെ വരണം കേട്ടോ. അതിലെ തന്നെ വന്നിട്ട് ഇതിലേ അങ്ങനെ പോവുക. ഇതിലേ അങ്ങനെ പോയിട്ട് നമ്മുടെ അവിടെ ഒരു അണ്ടർപാസ്, കുറ്റിപ്പുറം ജംഗ്ഷനിൽ അണ്ടർപാസ് ഞാൻ കാണിച്ചു തരാം. ഇതിലാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന ഏരിയ. അതാ ആ റോഡ്. അവിടുന്ന് ഈ അണ്ടർപാസ് വഴി ഇങ്ങനെ അങ്ങോട്ട് വന്നതിന് ശേഷം നമ്മുടെ ആറുവരിപ്പാതിലേക്ക് കയറേണ്ട ആറുവരിപ്പാത തന്നെ കയറണം കേട്ടോ. പിന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആറുവരിപ്പാത തന്നെ ഇവിടുന്ന് കയറണം കേട്ടോ. ഇതിലെ എങ്ങനെ കയറി നമ്മുടെ ആറുവരിപ്പാത സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്ക് അങ്ങോട്ട് കയറുന്നു. അതുപോലെ നമ്മുടെ ആറുവരിപ്പാതിൻ്റെ മുകളിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് വരേണ്ട ആളുകൾ ഇവിടെ ഒരു ആറുവരിപ്പാതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. നോക്കട്ടെ, ഇല്ലാതെ പറ്റൂലല്ലോ. പാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആറുവരിപ്പാതയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ലോ. അവിടെ കുറ്റിപ്പുറത്തേക്ക് വരേണ്ട ആളുകൾക്ക് ആറുവരിപ്പാതയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. ഓക്കെ, ഇതിൻ്റെ മുമ്പ് ഒരു വഴി ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. യെസ്, അതന്നെ കേട്ടോ. അവിടെ ഉണ്ട് കേട്ടോ ഒരു എക്സിറ്റ്, ആ ഭാഗത്തുണ്ട്. അവിടെ നമ്മുടെ ആറുവരിപ്പാതയിൽ നിന്ന് നമ്മുടെ കുറ്റിപ്പുറം ടൗണിലേക്ക് വരേണ്ട ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക. പിന്നെ കുറ്റിപ്പുറത്തേക്ക് പോകേണ്ടവർ അണ്ടർപാസിലൂടെ അങ്ങോട്ട് കയറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആറുവരിപ്പാത കയറിയിട്ട് പിന്നെ നമ്മുടെ ടോള് ആറുവരിപ്പാതയിൽ നിന്ന് പിന്നെ സർവീസ് റോഡ് പോകേണ്ട ആളുകൾക്ക് അത് കുറച്ചങ്ങോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള അവസരം ഉണ്ടാകും. ടോള് കൊടുത്ത് നേരെ പോകേണ്ട ആളുകൾ ടോള് കൊടുത്ത് നേരെ ആറുവരിപ്പാതൻ്റെ മുകളിൽ കൂടി ബും തന്നൊരു പോക്ക്. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം കുറ്റിപ്പുറം ടൗണിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കൂടെ ഒന്ന് കാണിക്കാം. അതിൻ്റെ മുകളിൽ കൂടി പോണ വാഹനങ്ങൾ അതൊരു അസാധ്യ കാഴ്ച ആണ് കേട്ടോ. അസാധ്യ കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക്, ആ സ്റ്റീൽ ബ്രിഡ്ജ് എടുത്തേക്കുന്ന കാഴ്ചകൾ ഒക്കെ സംഭവ ബഹുലമായ വർക്കൊക്കെ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങൾ പോകാനും തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയൊരു വാഹനത്തിന് കറക്റ്റ് പോകാനുള്ളൊരു വഴിയേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ. ഇതാണ് നമ്മുടെ സ്റ്റീൽ ബൗ സ്ട്രിങ്. 850 ടണ്ണ് വെയിറ്റുള്ള സാധനം
ഇത് കാണുമ്പോൾ ചെറിയൊരു പാലം, ഇതിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ പോകാം. പക്ഷേ ഈ വർക്ക് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ കമ്പനി KNRC എന്ന് പറഞ്ഞ കമ്പനി വല്ലാത്ത റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് മാസങ്ങൾ, ഒരുപാട് എന്നാലും ഇത് എടുത്തു വെക്കാൻ അവർ അത് മൂവ് ചെയ്തതിന് ശേഷം 2-3 മാസം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1, 2, 3, 4 ട്രാക്കുകൾ ഈ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ. തൊട്ടടുത്ത ഭാഗം കുറ്റിപ്പുറം സ്റ്റേഷനാണ്. അപ്പുറം അവിടെ നല്ല ഹൈറ്റിൽ അവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ട്രാക്കിലേക്ക് ചാടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ക്രാഷ് ബാരിയർ തന്നെ 3.5-4 അടിയോളം ഹൈറ്റ് ഉണ്ട്. അവിടെ കോൺക്രീറ്റ് നല്ല ഹൈറ്റിൽ, ഒരാളെക്കാട്ടിയ ഹൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബാക്കി അവർ ജോയിൻ്റ് ചെയ്യുന്ന പരിപാടി. വലിയ ലോഡ് വാഹനം ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ ചെറിയൊരു ആക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഏതായാലും റസ്റ്റ് പിടിക്കാത്ത ഈ ചില കോർണറിലൊക്കെ റസ്റ്റിൻ്റെ കളറൊക്കെ അങ്ങനെ കാണുന്നുണ്ടല്ലോ. ഒക്കെ സ്റ്റീലിൻ്റെ നമ്മുടെ സിൽവർ പെയിൻറ്റ് ഒരു കോട്ടിങ് കൂടിയൊക്കെ അടിക്കേണ്ടി വരും തോന്നുന്നു അല്ലേ. ഏതായാലും സൂപ്പർ. ഇതിൻ്റെ നിപ്പ് 3 വരി പാത ഇത്രയും സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയ ഇത്ര ലോഡല്ലേ. 850 ടണ്ണ് അതിൻ്റെ വെയിറ്റ് മാത്രം. അതുകൂടാതെ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാനും ടാർ ചെയ്യാനും ക്രാഷ് ബാരിയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ അത്രത്തോളം ടൺ തന്നെ വെയിറ്റ് അതിൻ്റെ മുകളിൽ വീണ്ടും വന്നിട്ടുണ്ടാവും. പിന്നെ അതുകൂടാതെ ലോഡുള്ള വാഹനങ്ങൾ ഒരു 3 വലിയ ലോഡ് വാഹനങ്ങൾ ഒരുമിച്ച് വരെ പിന്നാലെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് 25 ടണ്ണ് വെച്ച് നോക്കുമ്പോൾ ഒരു 75 ടണ്ണ് ഒരുമിച്ച് അതിൻ്റെ മുകളിൽ ഭാരം വേറെ ഒക്കെ കൂടി കുറ്റിപ്പുറം ഈ ബ്രിഡ്ജ് നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെ കേട്ടോ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകൾ. വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നാട്ടോ. ഏതായാലും നമുക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ കാണാത്തവർക്കൊക്കെ ഒന്ന് കാണുക ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്താളി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.